അന്ന് രാത്രി തന്നെ ഒരു അരമണിക്കൂറിനകം മന്ത്രി എ കെ ശശീന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ അരമണിക്കൂറിനകം മലപ്പുറത്ത് പ്രതിഷേധം നടന്നു. അപ്പോൾ ഇത് ആലോചനയില്ലാതെ അത്രയൊരു പ്രതിഷേധം നടക്കുമോ? ഏതായാലും കമ്മ്യൂണിക്കേഷന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ടെക്നോളജി ഒരുപാടുള്ളത് കാരണം. പക്ഷേ ആ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ അത്തരത്തിൽ ഒരു പ്രതിഷേധം ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിന് പുറകിൽ ഒരു ആലോചനയുണ്ട്. ഗൂഢാലോചന എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞത്. പിന്നെ ഗൂഢാലോചനയാണോ അതോ ഒരു സ്പെഷ്യൽ അജണ്ടയാണോ എന്നൊക്കെയുള്ളത് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരന്വേഷിച്ചോളും, അത് പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. അത് അത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ വനം വകുപ്പിൻ്റെ മന്ത്രി നിശബ്ദത പാലിക്കണം എന്നാണോ സാധാരണഗതിയിൽ നമ്മൾ പറയേണ്ടത്? ഇത്തരൊരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല, നിങ്ങൾ നിശബ്ദത പാലിക്കണം എന്നല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിന് എന്താണോ കിട്ടിയിട്ടുള്ള ഇൻപുട്സ്, ആ ഇൻപുട്സിൽ നിന്ന് അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ആ നിഗമനമാണ് മാധ്യമങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻപുട്സിൽ ഇതാണ് വരുന്നത്, ഇങ്ങനെയാണ് സംഭവം, ഒരു കാട്ടുകള്ളനാണ് ഇതിൻ്റെ പിന്നിൽ, ഇതാണ് ഉണ്ടായിട്ടുള്ള സംഭവം. പെട്ടെന്നാണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഈ പ്രതിഷേധമെല്ലാം വരുന്നത്. ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഇൻപുട്സിൽ നിന്നാണ് വനം വകുപ്പ് മന്ത്രി തൻ്റെ നിഗമനങ്ങൾ പറയുന്നത്. അതെന്താ ഇത്ര കുഴപ്പം? അദ്ദേഹത്തിനെ പാട്ടുകാരനാക്കി വിട്ടാൽ മതി, അദ്ദേഹത്തിനെ നമ്മൾ അനുകൂലിക്കരുത് എന്നൊക്കെ പറയുന്നത് ഈ മിനിമം ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യപരമേ അല്ല. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് ആ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന വനം വകുപ്പ് മന്ത്രി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും താങ്കളും വിജിനും ഈവൻ വസന്ത് പോലും സ്വാഭാവികമായി ഉണ്ടാവേണ്ട പ്രതികരണം അങ്ങനെ തന്നെയാണ്. ഇതിന് പുറകിൽ ഒരു അജണ്ട മണക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരും സംശയിക്കുക. അതാണ് പശ്ചാത്തലം, സാഹചര്യം എല്ലാം അതാണ് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് ഒരു 2 ആഴ്ച പിന്നോട്ട് പോകുന്നു. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്, കൈരളി സ്റ്റുഡിയോയിൽ. 2 ആഴ്ച മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലപ്പുഴ വന്ന പത്രസമ്മേളനം നടത്തിയ ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് പണം കൊടുത്ത് ഗവൺമെൻറ് അനുകൂലമായ വാർത്ത ഉണ്ടാക്കുകയാണ്. ഇതാണ് സതീശൻ പറഞ്ഞത്. ദേശാഭിമാനി ലേഖകനും കൈരളിയുടെ ഷാജഹാനും മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. വേറെ ഒരു മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യവും ചോദിച്ചില്ല. മുഖ്യമന്ത്രി തെളിവ് കൊണ്ടുവരട്ടെ എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് പാലക്കാടോ കോഴിക്കോടോ പോയിട്ട് ഇതേ വാചകം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രശ്നം അതുമായിട്ടൊന്ന് ഒന്ന് കൂട്ടിക്കെട്ടി നോക്കൂ. എന്താണ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടല്ലോ പ്രതിപക്ഷത്തെ, എന്താണ് അവർ പറയുന്നത്? മാധ്യമങ്ങൾ വാർത്തകൾ എങ്ങനെയാണ് നിറയ്ക്കുന്നത്, എങ്ങനെയാണ് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് വിഷയം? ഇത് മുഖ്യമന്ത്രി പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണോ ഇതെല്ലാം? അതുകൂടെ പറയണ്ടേ UDF നേതാക്കൾ? എല്ലാം ഗവൺമെൻറ്റിനെ ചാരി ഇങ്ങനെ പറയുമ്പോൾ അതുകൂടെ പറയാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷത്തെ ഓരോ നേതാവിനും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 2, ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ്. കുട്ടനാട്ടിൽ വേനൽ മഴ ഉണ്ടാവാറുണ്ട്. മൺസൂൺ കാലത്ത് ഇപ്പോൾ ജൂൺ മാസം മുതൽ മൺസൂൺ തുടങ്ങുകയാണ്. മൺസൂൺ വെള്ളപ്പൊക്കത്തിന് സമയവുമാണ്. വേനൽ മഴക്കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് എല്ലാ വർഷങ്ങളിലും. അപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മത്സ്യങ്ങൾ ധാരാളമായി ഒഴുകിയെത്തുന്നൊരു പതിവുണ്ട്. മത്സ്യങ്ങൾ ധാരാളമായി ഒഴുകിയെത്തുമ്പോൾ കായൽ മേഖലകൾ, പ്രത്യേകിച്ചും 10-23 കായൽ പാടങ്ങളുള്ളതാണ്, കായൽ മേഖലയുള്ളതാണ് കുട്ടനാട് പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആൾക്കാർ ഇതുപോലെ അവിടെ നിലമ്പൂര് വഴിക്കടവിൽ ഒരു കമ്പ് കൊണ്ട് കൊളുത്തി താഴേക്ക് ഇടുകയായിരുന്നു, ചെറിയൊരു കുളത്തിലേക്ക്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർ ഇലക്ട്രിക് ഈ കമ്പിയിൽ നിന്ന് വയറ് കൊളുത്തി താഴേക്കിട്ട് മീനെ പിടിക്കാറുണ്ട്. ധാരാളം മത്സ്യങ്ങൾ കിട്ടും അത്തരം നടപടിയിലൂടെ. അങ്ങനെ നിരവധി ആൾക്കാർ അത്തരത്തിൽ മരണപ്പെട്ടിട്ടുമുണ്ട് കേട്ടോ. ഞാൻ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല, മരണപ്പെട്ടതിനെക്കുറിച്ച് മറ്റൊരു രൂപത്തിൽ ചിന്തിക്കുകയോ പറയുകയോ അല്ല. പക്ഷേ ഇത് കുട്ടനാട്ടിൽ ഇതറിയാത്ത ആരുമില്ല, അല്ലെങ്കിൽ ആലപ്പുഴ ഇതറിയാത്ത ആരുമില്ല. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്, ദുരന്തമാണ്, മർഡറാണ് എന്നാരും അന്നും പിന്നീടും ഇപ്പോഴും പറഞ്ഞ് ഞങ്ങളാരും കേട്ടിട്ടില്ല കേട്ടോ. അല്ല ശ്രീ ജയചന്ദ്രൻ, അത് നിലമ്പൂര് താങ്കൾ പറഞ്ഞ ശരിയാണ്. കുട്ടനാട്ടില് ഒരു കാട്ടുകള്ളനാണ് ഇതിന്റെ പിന്നിൽ. അല്ല, താങ്കൾ പറഞ്ഞ ശരി തന്നെയാണ്. ഒരുപക്ഷെ അന്ന് ഈ പറയുന്ന കുട്ടനാട്ടിൽ ഈ സമയത്ത് ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങളൊന്നും ഒരിക്കലും സർക്കാർ സ്പോൺസേഡ് ആകത്തില്ല. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് ഇല്ല. തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ ഇതൊക്കെ വരികയും ചെയ്യും.